വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്കൂട്ടിൽ ഒരു ഡക്സൊക്കെ ഉണ്ടല്ലോ, മണിക്കുട്ടനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മണിക്കുട്ടന് വേണ്ടി കുളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളം ഇച്ചിരി കൂടി വീതിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആദ്യം ടബ്ബ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടബ്ബൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇപ്പോൾ വലിയൊരു കുളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പയാണ് അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്യാമറമാനുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പണി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഒരു സ്പീഡ് പ്രോസസ്സാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കല്ലൊക്കെ എടുത്ത് മാറ്റി ടബ്ബെടുത്ത് മാറ്റിയപ്പോഴാണ് അവിടെ ഇച്ചിരി ചെതലുണ്ടെന്ന് കണ്ടത്. അപ്പോൾ എന്നാൽ ശരി, ആ കോഴിക്കുട്ടന്മാരൊക്കെ ഒന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പപ്പ തൂമ്പ് വെച്ച് പണിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇതുങ്ങളെല്ലാവരും കൂടി ഓടി വന്നിട്ട് അവിടെ നിന്ന് കൊത്തുപണി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്ത് എല്ലാവരും പിടിച്ചു മാറ്റാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോഴത്തേക്കും പപ്പ പണി നിർത്തി പോകാമെന്നുള്ള ഇതിലായി. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി കോഴികളൊക്കെ പിടിച്ച് മാറ്റാൻ തുടങ്ങി. അപ്പോൾ കുറേ എണ്ണത്തിന് പിടിച്ച് മാറ്റി, കുറച്ചെണ്ണം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി പിടിച്ചു മാറ്റണം എന്ന് വിചാരിക്കുമ്പോൾ ഇതുങ്ങളെ പിടിക്കാൻ കിട്ടണില്ല. അപ്പോഴത്തേക്കും ഞാൻ കുറേ കഷ്ടപ്പെട്ട്, ഞാനും അനീത്തി ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു കൂടി കഷ്ടപ്പെട്ട് പിടിച്ചു മാറ്റി ഒരു കൂട്ടിലേക്ക് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തുമ്പ പനിലേക്ക് തിരിച്ച് കിടക്കാം. ഇത് താറാവിന് പറ്റിയ കുളമാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അമ്മ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കുളം നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അമ്മ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോവുകയാണ്, കുളത്തിൽ വിരിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ വെള്ളം പോവില്ല. അപ്പോൾ പ്ലാസ്റ്റിക് എടുത്തിട്ട് താഴെ ബേസ് വിരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നല്ല നീളത്തിലുണ്ട്. നമ്മൾ ഷീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കല്ല് വെച്ചിട്ട് സൈഡൊക്കെ ഉറപ്പിച്ചിട്ട് വീട് പോകാതിരിക്കാൻ സൈഡൊക്കെ ഉറപ്പിക്കുകയാണ് പപ്പ. നമ്മൾ കല്ലൊക്കെ വെച്ച് തീരാറായി. അപ്പോൾ ഇനി പപ്പ വെള്ളം കൊണ്ട് വരുന്നുണ്ട്. അമ്മയും പപ്പയും വെള്ളം കൊണ്ട് വന്നിട്ട് ഇതാ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കൽ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. നമ്മൾ പോണ്ടിലേക്ക് ഫസ്റ്റ് ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതാ നമ്മൾ പോണ്ട് കാണാൻ നല്ല രസമുണ്ട്. വെള്ളമൊന്നും പോണില്ല എന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അനീത്തി അവിടെ ഇരുന്നിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സംശയമില്ലതില്ല. പൂവിനവിടെ വഴി വിടറില്ല. പിന്നെ ഞങ്ങൾക്ക് അത്ര വെയിറ്റ് ഒന്നുമില്ല. ധാരാളം സ്ഥലമുണ്ട്. മമ്മിയൊക്കെ വന്നിട്ടുണ്ട് കുളം കാണാൻ. അപ്പം മമ്മിക്ക് ലീക്ക് ഉണ്ടോയെന്ന് സംശയം. പക്ഷെ മമ്മിക്ക് കുളം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നല്ല റിസൾട്ട് ആണ്. അപ്പം നമുക്ക് മണിക്കുട്ടി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മണിക്കുട്ടൻ എന്താ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴെ മണിക്കുട്ടൻ്റെ അടിയിൽ തട്ടുന്നുണ്ട്. അതുകൊണ്ട് മണിക്കുട്ടൻ നല്ല ഇഷ്ടമൊക്കെ വാലൊക്കെ ആട്ടുന്നുണ്ട്. അത് വെള്ളം ഇങ്ങനെ നോക്കുക. ആദ്യമായിട്ട് ഇത്രയും വെള്ളം കാണുന്നുണ്ട്. നമുക്ക് മണിക്കുട്ടൻ്റെ എക്സ്പ്രഷൻ കാണാം.
രണ്ട് മീനിനെടുത്തിട്ടായിരുന്നു. അപ്പൊ ഗൈസ് എനിക്കിവിടെ കുറച്ച് ഗപ്പി ഫിഷ് ഉണ്ട്, വലിയൊരു ഗപ്പി ഫിഷ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി 3 ഗപ്പി ഫിഷിനാണ് ഇട്ടേക്കണത്. പിന്നെ തിന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഗപ്പി ഫിഷ് ഇതാണ്ട് 3 എണ്ണം ഉണ്ട്. നമുക്ക് വെള്ളത്തിലേക്ക് റിലീസ് ആക്കി വിടുന്നുണ്ട് ഗൈസ്. ഞാനപ്പം ഇതാണ്ട് മീനുകളൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് മണിക്കുട്ടൻ എന്താ മീനുകളെ കണ്ടിട്ട് ചെയ്യാൻ നോക്കാം. മണിക്കുട്ടൻ താണ്ടി അവിടെ ഒരു മൂലയിൽ നിൽക്കുന്നുണ്ട്. ഇതാണ്ട് നമ്മൾ കോഴിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ക്യാമറയിൽ നോക്കിയിട്ട് പോകുന്നുണ്ട്. മണിക്കുട്ടൻ അവിടെ നിന്ന് കയറി. മണിക്കുട്ടൻ മീനിനെ കണ്ടുപോലും